ഹലോ, എൻ്റെ പേര് അഞ്ജന. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫേഷ്യലാണ്. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മളൊരു ഫേഷ്യൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനൊരു ഹെയർ ബാൻഡ് ഇട്ടു, ഇല്ലെങ്കിൽ ഫേസിൽ വന്ന് കിടക്കും മുടി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ക്ലെൻസിങ് ആണ്. അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് പാലാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റോ മിൽക്കാണ്. നമ്മുടെ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പോഴ്സിനെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ബാക്ടീരിയാസ്, ഈ പോഴ്സിൽ കുറച്ച് ബാക്ടീരിയാസ് ആണ്, ആ ബാക്ടീരിയാസിനെയൊക്കെ ഈ മിൽക്ക് റിമൂവ് ചെയ്യും. മിൽക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഈവൻ ടോണും കിട്ടും. പിന്നെ എല്ലാ സ്കിന്നുകാർക്കും ഈ മിൽക്ക് ചേരത്തില്ല. അപ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഓയിലി സ്കിന്നുകാർ മിൽക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പിമ്പിൾസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അടുത്ത സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തേൻ എടുത്തിട്ടുണ്ട്, പഞ്ചാര. അരിപ്പൊടി നമ്മുടെ ഫേസിൽ ഓയിൽ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പോഴ്സ് ക്ലോഗ് ആകത്തില്ല. പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരു നല്ലൊരു സ്മൂത്ത് തരും. പിന്നെ ഹണി കൊണ്ടുള്ള യൂസ് എന്ന് വെച്ചാൽ ഹണി യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷൻ, നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല, അതിന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഹണി അല്ലാതെ യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്കിൻ എന്തെങ്കിലും ഇറിറ്റേറ്റ് ആയി നല്ലൊരു റെഡ് കളർ ഇരിക്കുകയാണെങ്കിൽ ഹണി തേച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ് ഹണി. ഷുഗർ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ പോഴ്സിനെ നല്ലപോലെ ക്ലെൻസ് ചെയ്യും. നല്ലൊരു സ്ക്രബിങ് ഏജൻ്റ് ആണ് ഷുഗർ. സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇട്ട് ഉരയ്ക്കരുത്, ചെറുതായിട്ടേ സ്ക്രബ് ചെയ്യാവൂ. നല്ല സ്മൂത്തായിട്ട് സ്ക്രബ് ചെയ്യണം. പിന്നെ ഐ ഏരിയയിലൊന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല. ഷുഗർ ചിലപ്പോൾ നമ്മുടെ ഫേസ് മുറിയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് ഹാർഷായിട്ട് നമ്മുടെ സ്കിന്നിന് ചെയ്യേണ്ട ആവശ്യമില്ല, സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതലും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കാണുന്നത് നമ്മുടെ ആ നോസ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ നല്ലപോലെ ശ്രദ്ധിക്കുക. വീക്ക്ലി വൺസൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാം, മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യാം. ടീനേജേഴ്സ് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്ക്രബ് ചെയ്യണമെന്നാണെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്യാം. അതും ഭയങ്കര ഈ ഷുഗർ എടുക്കുമ്പോൾ ഗ്രാന്യൂൾസ്, ചെറിയ ഗ്രാന്യൂൾസ് ആയിട്ട് എടുക്കാവൂ. നമുക്ക് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ആ ഒരു പൗഡർ യൂസ് ചെയ്യാം. ഷുഗറിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കാരണം നല്ലപോലെ ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് നല്ലപോലെ ഫേസ് കഴുകണം, അല്ലെങ്കിൽ ഐസ് ക്യൂബ് യൂസ് ചെയ്യുക ഫേസിൽ. ഐസ് ക്യൂബ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പോഴ്സ് എല്ലാം ക്ലോസ് ആവും. അതിനു വേണ്ടിയാണ് ഐസ് ക്യൂബ് യൂസ് ചെയ്യുന്നത്. തണുത്ത വെള്ളം ആയാലും മതി. അടുത്ത സ്റ്റെപ്പ് ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി ഒരു പിഞ്ച് മഞ്ഞളാണ് എടുത്തേക്കുന്നത്. മഞ്ഞളുടെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ റോസ് വാട്ടറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് എടുക്കാം. ഇപ്പോൾ തൈരാണെങ്കിൽ തൈര് എടുക്കാം, പാലാണെങ്കിൽ എടുക്കാം. മുൾട്ടാണി മിട്ടി ഒരു ക്ലേ ആണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യും. മഞ്ഞൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബാക്ടീരിയാസിൻ്റെ ഗ്രോത്തിനെ എല്ലാം സ്റ്റോപ്പ് ചെയ്യും. ഒരു പിഞ്ച് മഞ്ഞൾ എടുത്താൽ മതി. കാരണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഒരു മഞ്ഞ ടിൻറ്റ് നമ്മുടെ ഫേസിൽ കാണും. ഇപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്കൊരു പിഞ്ച് എടുത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ മഞ്ഞൾ എടുക്കാം. ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്യുക. ഞാൻ വാഷ് ചെയ്തത് ഇത് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ വാഷ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യണം.